ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഷോർട്സിൽ പറഞ്ഞ പോലെ നമ്മൾ തറവാട്ടമ്പലത്തേക്ക് പോവാട്ടാ. തറവാട്ടമ്പലം വരുന്നത് പെരിങ്ങോട്ടുകരി ആട്ടാ. അവനങ്ങാട് അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെ നമ്മുടെ തറവാട്ടമ്പലം വരുന്നത്. അപ്പോൾ നമ്മുടെ തറവാട്ടമ്പലത്തിൽ വർഷത്തിൽ ഒരിക്കലാണ് ഉത്സവം ഉണ്ടാവാറുള്ളത്. അപ്പോഴാണ് എല്ലാ ഫാമിലി മെമ്പേഴ്സും കൂടി ഒത്തുകൂടി ആഘോഷിക്കാറുള്ളത്. പിന്നെ മാസത്തിൽ പൂജയൊക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇത്രയും ലോങ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റാറില്ല കേട്ടോ. പിന്നെ ഇന്ന് എല്ലാവർക്കും ലീവും എല്ലാ സാഹചര്യവും ഒത്തു വന്നപ്പോൾ ഇന്ന് എല്ലാവരും കൂടിയിട്ട് പോവാട്ടാ. അങ്ങനെ ഇന്ന് കാലത്ത് നേരത്തെ ഇറങ്ങിയാൽ ഞങ്ങൾ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛൻ്റെ ഹോട്ടലിൽ കണ്ടപ്പോൾ അവിടെ നിർത്തി ഞങ്ങൾക്ക് ചായ കുടിക്കാൻ വേണ്ടി പോവാട്ടോ. അങ്ങനെ ചേച്ചിക്ക് അമ്മയ്ക്കും ഓർഡർ വന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അച്ഛന് ഓർഡർ വന്നിട്ടില്ല. അപ്പോൾ അമ്മ പറയുകയാണ് ഇന്ന് അമ്മൂന് ചായ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾക്ക് ഓർഡർ വന്നത്. അപ്പോൾ അവിടെ നെയ്യപ്പം ചോറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നെയ്യപ്പം കൂടി ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് എല്ലാ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് വണ്ടിയുടെ അവിടേക്ക് നടക്കുക കേട്ടോ. അപ്പോൾ വണ്ടിയിൽ കയറിയപ്പോൾ അമ്മ പറഞ്ഞു അച്ഛൻ്റെ പാപ്പൻ്റെ മക്കളുടെ വീട്ടിലേക്ക് പോകണം, കാരണം ഇപ്രാവശ്യം അവർ ഉത്സവത്തിന് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ ആഴ്ചയായി അവർ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു, പക്ഷെ ഞങ്ങൾക്ക് പോകാൻ പറ്റാറില്ല. പിന്നെ ഇന്ന് എല്ലാവർക്കും ലീവല്ല. അപ്പോൾ ഇന്ന് എന്തായാലും അമ്പലത്തിൽ കയറി തൊഴിൽ ശേഷം നമുക്ക് എന്തായാലും അവരുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോഴാണ് ഒരു കട കണ്ടത്. അപ്പോൾ കടയിൽ നമുക്ക് അമ്പലത്തേക്ക് വേണ്ടിയിട്ട് എണ്ണയൊക്കെ വാങ്ങിയിട്ടാണ്. അങ്ങനെ അമ്പലത്തിലൊക്കെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത ശേഷം ഞങ്ങൾ അവിടെ നിന്ന് നടക്കുക കേട്ടോ. അമ്പലത്തിൽ ഉത്സവമൊക്കെ നടക്കുകയാണെങ്കിൽ നമ്മുടെ തറവാട്ട് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്കൊക്കെ വാഹനം കയറ്റാട്ടോ. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ അവിടെ പാർക്ക് ചെയ്ത ശേഷം ഞങ്ങൾ നടന്നു വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തൊഴുത ശേഷം ഞങ്ങൾ അവിടെ കുറച്ച് നേരം വിശ്രമിച്ച ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും വരുമ്പോൾ ഞങ്ങൾ തൊട്ടപ്പുറത്തുള്ള അവനങ്ങാട് അമ്പലത്തിൽ കയറാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം കൂടി കയറാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ എത്തി ചെരുപ്പൊക്കെ ഊരിയിട്ട ശേഷം ഞങ്ങൾ ഉള്ളിലൊക്കെ കയറി തൊഴുതു വിട്ടാം. പക്ഷേ ഉള്ളിൽ ഫോണൊന്നും അലൗഡ് അല്ലാത്തത് കൊണ്ട് യൂസ് ചെയ്യാൻ പാടാത്തതുകൊണ്ട് നമ്മൾ അവിടുന്ന് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ പുറത്ത് വന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ വണ്ടിയുടെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ വണ്ടിയുടെ അവിടെയൊക്കെ എത്തിയ അമ്പലത്തിൽ നിന്ന് കൂരിയൊക്കെ നമ്മൾ ഓട്ടോയ്ക്ക് തൊട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പാപ്പൻ്റെ മക്കളുടെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുക കേട്ടോ. അപ്പോഴാണ് പോണ വഴിക്കാണ് നമ്മളൊരു അമ്പലം കണ്ടത്. അപ്പോൾ അവിടെയും കൂടി കയറാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ അവിടെ ഉള്ളിലൊക്കെ തൊഴുത ശേഷം അവിടെ ഒരു ആന നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത ശേഷം ഞങ്ങൾ അവിടെയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അവിടെ കുറേ പ്രതിമകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി അവിടെയൊക്കെ എന്തൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വായിച്ച് നിൽക്കുകയാണ് കേട്ടോ ഞങ്ങളെല്ലാവരും. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം പോണ വഴിക്ക് വേറൊരു അമ്പലം കൂടി കണ്ടു. അപ്പോൾ അവിടെയും കൂടി കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടേക്കും കയറുക കേട്ടോ. അങ്ങനെ ഉള്ളിൽ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ഒരു പോണ വഴിക്ക് ഒരു ബേക്കറി കണ്ടു. അപ്പോൾ അവിടെ ബേക്കറിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ അവിടെ ഞാവൽ കണ്ടിരുന്നു. അപ്പോൾ പിന്നെ ഒരു പൂതിയായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയിട്ട് കുറച്ച് എന്നിട്ട് ഒരെണ്ണം കഴിച്ചു വിട്ടാം. എന്നിട്ട് അവരുടെ വീടൊക്കെ എത്തിയിട്ട് നമ്മൾ അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ എത്തിയിട്ട് അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ട് നമ്മൾ പോണ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടെ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ പുറത്തേക്ക് പോയിക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ 2 ക്യൂട്ട് പൂച്ചകളുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പൂച്ചയ്ക്ക്. അച്ഛൻ്റെ കാലൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അത്. അപ്പോൾ ഉണ്ണി പറഞ്ഞു നമുക്ക് കുഞ്ഞൊരു ഗപ്പി ഉണ്ട്, അപ്പോൾ അതിനെ കാണാൻ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ. അങ്ങനെ ഞങ്ങളവിടെ ഗപ്പിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളൊരാൾ നോക്കുമ്പോൾ ആരാന്ന് നോക്കിയപ്പോൾ ഒരു പപ്പി നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. പിന്നെ ഞങ്ങളിവിടെ നിന്ന് മേലേക്ക് നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അണ്ണാൻ ചക്കത്തിനുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി നിൽക്കട്ടെ ഞങ്ങൾ. അതിന് ശേഷം ഞങ്ങൾ ഫ്രണ്ടിലൊക്കെ വന്ന് ഓട്ടോയിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പു വന്നത്. അപ്പു നമുക്ക് റംബൂട്ടാനായി കൊണ്ടിട്ടാട്ടോ വന്നത്. അപ്പോൾ ഇവിടെ അടുത്ത് മീൻ പിടിക്കാൻ പോയിക്കായിരുന്നു. അപ്പോൾ നമ്മൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഓടി വന്നതാട്ടോ. അങ്ങനെ ഉള്ളിലുള്ള എല്ലാവർക്കും റംബൂട്ടാനൊക്കെ കൊടുത്ത് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ ഇരിക്കട്ടെ. അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, കാരണം നമ്മുടെ വീട്ടിലേക്ക് കുറേ ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇരുന്നെങ്കിൽ നമ്മൾ നേരം വൈകും വീട്ടിലെത്താൻ. അപ്പോൾ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങാട്ടോ. അങ്ങനെ കുറേ ദൂരം യാത്രയ്ക്ക് ശേഷം ഞങ്ങൾക്ക് വിശന്നു. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ കയറിയിട്ടാണ്.
അവിടെ നിന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം നമ്മൾ പെട്രോളൊക്കെ അടിച്ച ശേഷം നമ്മൾ വീട്ടിലെത്തിയിട്ടാ. അപ്പോൾ അത്രയുള്ള ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.